ദേവുട്ടി, ദേവൂട്ടി കരയാ? അശ്ശേ, എന്തിനാ കരയണേ? தேவு வருத்தப்பட வேண்டாம் தேவு, நாங்க எல்லாரும் உங்க கூட இருக்கோம். நீ நினைச்சது மாதிரி எல்லாமே நடக்கும், வருத்தப்படாத. ആന്റി, ചേച്ചിക്ക് തമിഴ് അറിഞ്ഞുകൂടാ, മനസ്സിലാവൂല. அப்படின்னா நீ டிரான்ஸ்லேட் பண்ணி கொடு. ഇനിയിപ്പോ ഇതിന്റെ ഇടയില് മോളെ, മോള് കൊറേ സമയമായില്ലേ വന്നിട്ട്, ഒന്നും കഴിച്ചില്ലല്ലോ. വാ വല്ലതും കഴിക്കാം. அப்படின்னா நான் சக்கரை பொங்கல் உண்டாக்கி தரேன். ആന്റി മിണ്ടാരി. ദേവുട്ടി, മോളെ, മോക്ക് വീട്ടിൽ പോണ്ടായോ? അങ്ങ് കൈനഗിരിയില്. യേശു, വീട്ടിൽ പോണോന്ന്? அப்படின்னா ஏதா சாப்பிட்டுட்டு போலாம். മോക്ക് അച്ഛനെയും അമ്മയൊക്കെ കാണണ്ടായോ? അമ്മൂമ്മ ചോദിച്ചതേ ഈ ദേവുട്ടിക്ക് ദേവുട്ടിയുടെ വീട്ടില് പോണ്ടായോ, കൈനഗിരി പോണ്ടായോ എന്നാണ്. അത് ഞാൻ വീട്ടിൽ നിന്നല്ലല്ലോ വന്നേ. പിന്നെ എവിടെന്നാ വന്നേ? ഞാൻ കോട്ടയത്തു നിന്നാ വന്നേ. ഞാൻ പറഞ്ഞല്ലായിരുന്നോ? കോട്ടയത്താണ് ഹോസ്പിറ്റല്. മോളെ, ഞങ്ങൾക്ക് മോളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ദേഷ്യം ഒന്നുമില്ല. മോളെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണേ. ഇടയ്ക്കിടയ്ക്ക് പോരെ, നമുക്കിവിടെ സ്റ്റേ ഒക്കെ ചെയ്യാലോ. അനന്തു വാ പോവാ. അനന്തു കേശു വാ പോവാ. വാ ചെല്ലടാ, നിന്റെ സ്വന്തം ചേച്ചിയല്ലേ വിളിക്കണേ. ദേവൂട്ടി, നിങ്ങൾ സഹോദരങ്ങളെ പിരിക്കാനേ ഇവിടെ ആരും വരില്ല കേട്ടോ. ദേവൂട്ടിയുടെ സ്വന്തമാണ് കേശു, അതുപോലെ തന്നെ കേശുവിന് ദേവൂട്ടി എന്ന് വെച്ചാൽ ജീവനാ അല്ലേ. രണ്ടുപേരും ഒരുമിച്ച് പോയാൽ മതി കേട്ടോ വീട്ടിലേക്ക്. ദേവുട്ടി, അനന്തു കേശോട്ടാ, ഇപ്പൊ വിട്ടാ രാവിലെ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരും. അതിന് കേശുവിനെ ഞാൻ വിടില്ല. അയ്യോ വിടണ്ട, ഒരിക്കലും വിടണ്ട. കേശുവിന്റെ കൂടെ തന്നെ നിർത്തിക്കോ. എന്തായാലും നിങ്ങൾ ഇന്ന് ചെല്ലു കേട്ടാ, കാരണം അച്ഛനും അമ്മയൊക്കെ അന്വേഷിക്കില്ലേ ദേവൂട്ടിയുടെ. പോവാനാണോ? ഫ്രീ ഹാൻഡ് പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. നിങ്ങൾ ചേച്ചി അനിയനോട് ചെല്ല്. മോനെ കേശു, ഒന്ന് വിളിച്ച് പറയണേ അങ്ങോട്ട്. ഓ, അതേ വിളിച്ചു പറഞ്ഞേ. നമ്മളൊന്നും പൊളിച്ചടിക്കട്ടല്ലേ പോവല്ലേ? പിന്നല്ല. അല്ലെങ്കിലേ ഞാൻ ഇന്ന് പോണില്ല, നാളെ പോണുള്ളൂ. അത്ര നേരം കൂടെ എനിക്ക് എന്റെ അനന്തനെ കണ്ടോണ്ടിരിക്കാലോ. അല്ല ദേവൂട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ദേവൂട്ടി ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് അപ്പൊ അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമാവില്ലേ? ദേവൂട്ടി ഒരു കാര്യം ചെയ്യും, കേശുനെ കൊണ്ടുപോയിക്കോ. ഇനിയിപ്പോ ദേവൂട്ടിക്ക് അത്ര വിഷമാണെങ്കിൽ കേശു അവിടെ തന്നെ നിന്നോട്ടെ, തിരിച്ച് ഞങ്ങൾക്ക് തരികയേ വേണ്ട. ലച്ചുന് തരികെ വേണ്ടവനെ ദേവൂട്ടി കൊണ്ടുപോയിക്കോ. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ലച്ചു, ഒരു അനിയൻ നഷ്ടപ്പെട്ടാലുള്ള വേദന എന്താന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ലച്ചു എനിക്ക് ഇവനെ തന്നുവിടൊന്നും വേണ്ട, എന്നോട് കൊണ്ടുപോയിക്കോളാമെങ്കിലും പറഞ്ഞല്ലോ, അതെന്നെ വലിയ കാര്യ. ഇവനെ ഞാൻ കൊണ്ടോണൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാനുള്ള അനുവാദം മാത്രം എനിക്ക് തന്നാ മതി. അതിന് നിങ്ങളെല്ലാരും സമ്മതിക്കണം. സമ്മതിക്കില്ലേ? ഇപ്പോഴാവശ്യം ഇങ്ങോട്ട് പോരെ, ഇവിടെ ആരും ഒന്നും പറയില്ല കേട്ടോ. കരയില്ലേ കരയില്ലേ ദേവൂട്ടി, കരയാ കരയത് കേട്ടോ. കുറച്ചേരം അനിയന്റെ കൂടെ ടൈം ഓടാ, വിളിച്ചോട് ഓടാ. പുറത്തൊക്കെ നടന്നിട്ടൊക്കെ വാ. ശരി, നമുക്ക് പുറത്തൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വരാം. ശരി.
ഹാപ്പി ആയില്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.